കർണാടകയിൽ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ജൈന ക്ഷേത്രമുണ്ട്. ക്ഷേത്രം മാത്രമല്ല, അവിടെ സുന്ദരമായ നിരവധി കാഴ്ചകളും ഉണ്ടെന്നാണ് അരുൺ പൂപ്പറമ്പ പറയുന്നത്. തുംകൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മന്ദരഗിരി ഹിൽസ് മനോഹരമാണ്. കൂടാതെ ചരിത്രപരമായ ഒത്തിരി കാര്യങ്ങളുണ്ട് മന്ദരഗിരി. തുംകൂരിലെ മന്ദരഗിരിയിലേക്ക് നമുക്ക് അരുൺ പൂപ്പറമ്പയുടെ കൂടെ ഒന്ന് പോയി വരാം. ബംഗളൂരു നഗരത്തിൽ നിന്ന് 63 കിലോമീറ്റർ അകലെ തുംകൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം ദൂരം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മന്ദരഗിരിയുടെ അടിവാരത്താണ്. ഈ താഴെ നിന്ന് മുകളിലെ ജൈന ക്ഷേത്രത്തിലേക്ക് 450 പടികൾ കയറി വേണം പോകാൻ. യഥാർത്ഥത്തിൽ അതൊരു ഈ ട്രെക്കിങ്ങിനൊക്കെ സമാനമായ ഒരു അനുഭവം കൂടിയാണ്. പാറക്കെട്ടുകൾ കൊണ്ട് സ്വാഭാവികമായി ഒരുങ്ങിയ വിശാലമായൊരു മല, അതിനു മുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം, അതാണ് മന്ദരഗിരി. അങ്ങനെ അപ്പോൾ നമ്മൾ പടികൾ കയറി ഈ ക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ മുകളിലെത്തിയാൽ പിന്നീട് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. അതായത് ഈ ക്ഷേത്രത്തിന് ചുറ്റും സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അടിവാരത്തിൽ കൃഷിയിടങ്ങളും ഗ്രാമീണ കാഴ്ചകളുമാണെങ്കിൽ മറുവശത്ത് വിശാലമായി പുഴയൊഴുകുകയാണ്. ನಾನು ಫಸ್ಟ್ ಟೈಮ್ ಬಂದಿರೋದು. ನೇಚರ್ ಇದೆಲ್ಲ ಸುಮಾರು 10 ವರ್ಷದಿಂದ ಹಿಂದೆಯಿಂದನೂ ಇದೆ. ಇಲ್ಲಿ ಗುರುಗಳಿದ್ದಾರೆ. ಸೂಪರ್, ಇಟ್ಸ್ ವೆರಿ ನೈಸ್. ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಜನಗಳಿಗೆ ಇಟ್ಸ್ ಬಿಕಮ್ ಎ ವಿಸಿಟಿಂಗ್ ಪ್ಲೇಸ್ ನಾವು. നിരവധി കൊത്തുപണികളോടുകൂടി തനത് വാസ്തുവിദ്യാ മാതൃകയിൽ ഒരുക്കിയ സുന്ദരമായ നിർമ്മിതികളാണ് ഈ ജൈനക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. Saturday, Sunday, especially so many people will be here. They are enjoying the nature, they are enjoying the actual Buddhism development they have made, and all those things it's going on.
ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം നിർമ്മിതികൾക്ക് അനുബന്ധമായ കാഴ്ചകൾ ഒട്ടനവധിയുണ്ട് കന്നഡ മണ്ണിൽ. അത്തരം കേന്ദ്രങ്ങളിലെ വിനോദസഞ്ചാര സാധ്യതകളും അനന്തമാണ്. കർണാടകയിലെ മന്ദരഗിരിയിൽ നിന്നും ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. തമിഴ്നാട്ടിലേക്കൊക്കെ നമ്മൾ ഒരുപാട് കേരളീയർ യാത്ര പോകുമെങ്കിലും കർണാടക ഇപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആണ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഹംപി, വിദാദിയൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. എന്തായാലും ഇനി മന്ദരഗിരി കൂടി മറക്കാതെ പോവുക. അവിടുത്തെ ജൈന നിർമ്മിതികൾ, അതിൻ്റെ മനോഹാരിത, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കും.